ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ സ്പീച്ച് ആയിട്ടുള്ള എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രിസ്റ്റ് മീൻസ് എ മീറ്റിംഗ് വിത്ത് ഡെസ്റ്റിനി. ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിധി എന്നാണ് മലയാളത്തിൽ മീനിങ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു സ്പീച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏർലിയർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഓഗസ്റ്റ് 14 മിഡ് നൈറ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് നമ്മളെ ജനങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു സ്പീച്ചിനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് അതുവരെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അച്ചടക്കത്തോടെ അടിമത്തത്തോടെയൊക്കെ ജീവിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പുതിയ ലോകമാണ് എന്ത് ചെയ്യുന്നത് ആഗസ്റ്റ് 15 തൊട്ട് മുന്നിലുള്ളത്. അപ്പോ ഒരു സ്വതന്ത്ര ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളോട് നെഹ്റുവിന് പറയാനുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ സ്പീച്ചിൽ മൂപ്പര് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ടൈറ്റിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. വിധിയുമായുള്ളൊരു കൂടിക്കാഴ്ച എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കുറെ കാലമായിട്ട് മുന്നിൽ കണ്ടിട്ടുള്ള സ്വാതന്ത്ര്യം എന്നുള്ള ആ സ്വപ്നം തൊട്ടടുത്തെത്തിയിരിക്കുക. അപ്പൊ അതുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, കുറെ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതെങ്ങനെയാണ് ഇന്ത്യക്കാരുടെ മുന്നിലേക്ക് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നെഹ്റു തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സ്പീച്ചിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പീച്ചിലേക്ക് പോവാം. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഞാൻ പറഞ്ഞു ട്രിസ്റ്റ് മീൻസ് എ മീറ്റിംഗ് വിത്ത് അവർ ഡെസ്റ്റിനി. ഡെസ്റ്റിനി മീൻസ് ഫെയ്റ്റ്. നമുക്ക് പറയാം ഒരു രീതിയിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ മുൻകാലം ഒരു വിധിയായിട്ട് നമുക്ക് ഫെയ്റ്റിനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, A Tryst with Destiny is a famous speech delivered by Jawaharlal Nehru, India's first Prime Minister. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പൊ നെഹ്റു ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട്. ഓക്കെ, ഇറ്റ് വാസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിച്ച് വാസ് ജവഹർലാൽ നെഹ്റു ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തൊട്ട് തലേ ദിവസം, അല്ലെങ്കിൽ അന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരത്ത് നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓഗസ്റ്റ് 14 ഈ സ്പീച്ച് ഓഗസ്റ്റ് 14 മിഡ് നൈറ്റിലാണ് ഈ സ്പീച്ച് നെഹ്റു ഡെലിവറി ചെയ്യുന്നത്. ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് അർദ്ധരാത്രി തൊട്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈവ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ഓഗസ്റ്റ് 14, 1947. ഓഗസ്റ്റ് 14, 1947 ഈ സ്പീച്ച് നെഹ്റു ഡെലിവറി ചെയ്തിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 തൊട്ട് എന്താണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഇടവേളയിൽ അല്ലെങ്കിൽ ഈ വേളയിൽ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് നെഹ്റു ഇതിലായിട്ടും പങ്കുവച്ചിട്ടുള്ളത്. This speech marked the end of British colonial rule and heralded the beginning of the new era of India. ഇതാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഒരു കാലത്തെ ഇതെന്ത് ചെയ്തു, ഇതൊരു അവസാനം കൊണ്ടുവരാൻ ഒരു പുതിയ ഇന്ത്യയുടെ നയത്തിലേക്ക്, ഒരു പുതിയ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ നയത്തിലേക്ക് എന്ത് ചെയ്യാണ് ഇന്ത്യ മാറുന്ന ഒരു സമയം കൂടെ ആയിരുന്നു ഇപ്പം. നെഹ്റു spoke about India's long struggle and for freedom, significance of the movement and the responsibilities that came with the independence. അപ്പോ ഈ നെഹ്റു ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യസ് ലോങ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിളുകളെ കുറിച്ചിട്ടും ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ മൂവ്മെന്റ്, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്വതന്ത്ര ഇന്ത്യ എന്നുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യം എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് കെയിം വിത്ത് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായതുകൂടി, സ്വതന്ത്ര രാജ്യമായതോടുകൂടി ഇന്ത്യ എന്ന രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കടന്നു വന്ന ഉത്തരവാദിത്തങ്ങൾ, ഇതും കൂടെയാണ് നെഹ്റു ഇതിലൂടെ നോട്ട് ഡൗൺ ചെയ്യുന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ പാഠഭാഗത്തേക്ക് പോവാം, ടെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള അതേ ലൈൻസ് തന്നെയാണ്, ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ പോകും. ഓക്കെ, ലോങ് ഇയേഴ്സ് അഗോ വി മേഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇപ്പോ മെനി ഇയേഴ്സ് ബാക്ക്, കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിധിയായിട്ട് ഒരു കൂടിക്കാഴ്ച നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള വിധിയായിട്ട് നമ്മളൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്വപ്നം നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നൗ ദ ടൈം കംസ് when we shall redeem our pledge. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ പ്ലെഡ്ജ്, നമ്മൾ എഴുതിയിട്ടുള്ള ആ പ്രതിജ്ഞ പ്രവൃത്തിയിലാക്കാൻ വേണ്ടിയുള്ള സമയം എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സമയം എന്ത് ചെയ്തിട്ടുണ്ട്, റെഡീം ചെയ്യാൻ ക്ലെയിം ചെയ്യുക, അത് നേടിയെടുക്കാനുള്ള സമയം നമുക്ക് എത്തിയിട്ടുണ്ട്. നോട്ട് ഹോൺലി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റൻഷ്യലി. എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ടല്ല അല്ലെങ്കിൽ മുഴുവനായിട്ടല്ല, അല്ലെങ്കിൽ സബ്സ്റ്റൻഷ്യലി ഭാഗികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്,
നമുക്കതിനെ പൂർണ്ണമായിട്ടും നേടിയെടുക്കാനുള്ള സമയമാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും നേടാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സമയമാണ്, സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള ഒരു പൂർണ്ണമായും ലഭിച്ചിട്ടുള്ള ഒരു സമയം വന്നെത്തിയിട്ടുണ്ട്. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. At the stroke of the midnight hour. എന്നാണ് നമ്മൾ രാജ്യം ലോകം മുഴുവൻ പാതിരാത്രിയിൽ ഇരിക്കുന്ന സമയത്ത്, when the world sleeps, ലോകത്തിലെല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ഇന്ത്യ വിൽ awake to freedom, life and freedom. ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യ എന്ന രാജ്യവും ഇന്ത്യയും പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയ സ്വാതന്ത്ര്യം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ലോകം എല്ലാവരും ഉറങ്ങുമായിരിക്കും, പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അന്ന് ഉറക്കമില്ല. കാരണം എന്താണ്, ഒരു ദിവസം രാത്രി തൊട്ട് ആ മിഡ് നൈറ്റ് അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യ എന്നുള്ള രാജ്യം എന്താണ്, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറാണ്. അതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ, ഒരു സ്വതന്ത്രത്തൊക്കെ നമ്മൾ അടുത്ത നിമിഷം മുതൽ എന്താണ് അനുഭവിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, എ മോമെന്റ് കംസ് വിച്ച് കംസ് ബട്ട് റയർലി ഇൻ ഹിസ്റ്ററി. ഒരു റയർ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ, നമ്മളെ ലോകത്തിന്റെ ഹിസ്റ്ററിയൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം, ഇന്ത്യയുടെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിലായാലും ഇത് റയർ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയ ഉണർവിലേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു പുതിയ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് കാലുകുത്താനായിട്ട് പോവാണ്. When we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Okay, a moment comes which comes but rarely in history. ഈ നിമിഷം എന്താണ്, ഹിസ്റ്ററിയിൽ തന്നെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസരമാണ്. When we step out from the old to the new, നമ്മളൊരു പഴയ ഇന്ത്യയിൽ നിന്ന്, ഒരു പഴയ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ പഴയ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് ഒരു പുതിയ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക്, ഒരു പുതിയ ഇന്ത്യയിലെ സിറ്റിസൺസ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ മാറാനായിട്ട് പോവാണ്. When an age ends, കഴിഞ്ഞ ഒരു ഇരുണ്ട കാലഘട്ടം എന്ത് ചെയ്യാണ്, എന്താണ് കഴിയാനായിട്ട് പോവാണ്. ബ്രിട്ടീഷുകാരെ നമ്മൾ ഭരിച്ചിട്ടുള്ള ഇരുണ്ട കാലഘട്ടം എന്ത് ചെയ്യണം, അവസാനിക്കാനായിട്ട് പോവാണ്. അടുത്ത ഈ മിഡ് നൈറ്റിന് ശേഷമുള്ള കാലഘട്ടം തൊട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിട്ട് മാറാനായിട്ട് പോവാണ്. ആൻഡ് വെൻ ദ സോൾ ഓഫ് എ നേഷൻ, ഒരു ഇന്ത്യയുടെ സോൾ ഓഫ് ദ നേഷൻ, നമ്മളെ രാജ്യത്തിന്റെ ആത്മാവ് പോലും എന്ത് ചെയ്യാണ്, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരു പുതിയ ഉണർവിലേക്ക് മാറാനായിട്ട് പോവാണ്. ഓക്കെ, ലോങ് സപ്രസ് ഫൈൻസ് അറ്ററൻസ്. ഇതുവരെ സപ്രസ് ചെയ്ത് അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരായ ഇന്ത്യയും ഇന്ത്യയുടെ വിഭാഗക്കാരും ഇന്ത്യയാണ് ഫൈൻഡ് അറ്ററൻസസ്. ഇനി വോയിസ്, അവരുടെ കളഞ്ഞുപോയ വോയിസ് റീഗെയിൻ ചെയ്യാനായിട്ട് പോവാണ്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് അറ്റ് ദിസ് സോളം മൂവ്മെന്റ് വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ ടു ദ സർവീസ് ഓഫ് ഇന്ത്യ and her people and to a still larger cause of humanity. It is fitting that this solemn moment, in this beautiful moment, in this sacred moment, we should pledge. എന്താണ് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഈ ബ്യൂട്ടിഫുൾ മൊമെന്റിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. To the dedication to the service of India and her people. ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കംപ്ലീറ്റ് നൽകാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വം എന്നുള്ള ഒരു വസ്തുത പൂർണ്ണീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു പ്രതിജ്ഞ ഇപ്പൊ എടുക്കേണ്ടതായിട്ടുണ്ട്. ഐ ആം ഡെഡിക്കേറ്റിംഗ് മൈസെൽഫ് ടു മൈ കൺട്രി, മൈ മദർ കൺട്രി ഇന്ത്യ. എന്റെ രാജ്യത്തിന് എന്താണ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതിജ്ഞകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. At the dawn of history, India started on her unending quest. ഈ പ്രത്യേക നിമിഷത്തിൽ ഡോൺ ഓഫ് ഹിസ്റ്ററി, ഈ ചരിത്രത്തിന്റെ എന്താണ് ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ ബിഗിനിങ് അല്ലെ. ഹിസ്റ്ററി, ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹർ unending question. Question means something searching. എന്താണ് ഒരു കാര്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലപിടിക്കാനാവുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. എന്താണ് ഈ ഒരു പ്രത്യേക നിമിഷത്തിലാണ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ബിഗിൻസ് അല്ലെ, സ്വാതന്ത്ര്യത്തിനുള്ള ആ മറ്റൊരു അന്വേഷണം തുടങ്ങുന്നത്. ആൻഡ് ട്രാക്ക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് അവർ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡർ ഓഫ് ഹർ സക്സസ് ആൻഡ് ഹർ ഫെയിലിയേഴ്സ്. കഴിഞ്ഞ പോലെ കാലഘട്ടത്തിലായിട്ട്, ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള കാലഘട്ടത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രൈവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാൻഡർ ഓഫ് സക്സസ്, കുറെ സക്സസ് ആയിട്ടുള്ളതും കണ്ടു, ആൻഡ് സക്സസ് പോലെ തന്നെ കുറെ ഫെയിലിയർ ആയിട്ടുള്ള അറ്റംപ്റ്റുകളും കണ്ടു. നമ്മൾ ഏർലിയ ലീഡേഴ്സ് ചെയ്ത കാര്യങ്ങൾക്കൊന്നും നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. അതിൽ പലതും വൻ വിക്ടറി ആയിട്ട് മാറിയിട്ടുണ്ട്, പലതും ചിലതൊക്കെ ഫെയിലിയർ ആയിട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ കഴിഞ്ഞുപോയ ചരിത്രത്തെ കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുന്നത്. Through good and ill fortune alike, she was never lost sight of that quest or forgotten the ideals which gave her strength. ഈ നല്ലത് സംഭവിച്ചപ്പോഴും ചീത്ത സംഭവിച്ചപ്പോഴും ഇന്ത്യ എന്തുമാത്രം വരുന്നിട്ടില്ല, the quest for independence അല്ലെങ്കിൽ the quest forgotten the ideals which gave her strength. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യം മാത്രമാണ്, എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നേടിയെടുക്കുക ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്. ഈ ഒരു സംഭവം മാത്രമാണ് ഇന്ത്യക്ക് കരുത്തേക്കിയത്. കുറെ അധികം ഫെയിലിയേഴ്സ് സംഭവിച്ചപ്പോഴും ഇന്ത്യയെ തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ പടുത്തു നിർത്തിയത് എന്താണ്, എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറും അല്ലെ. ഈ ഒരു ഒറ്റ വിചാരമാണ് ഇന്ത്യയെ എന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയിട്ടുള്ളത്. ഇതാണ് ഇന്ത്യക്ക് അന്ന്
ആ ഫെയിലിയേഴ്സിലൊക്കെ ശക്തി നൽകിയിട്ടുള്ളത്. ഓക്കെ, വി എൻഡ് ടുഡേ എ പീരിയഡ് ഓഫ് ഇൽ ഫോർച്യൂൺ ആൻഡ് ഇന്ത്യ റീഡിസ്കവേഴ്സ് ഹെർസെൽഫ് അഗെയിൻ. നമ്മൾ എന്താണ് കഴിഞ്ഞു പോയ ഒരു എന്താണ് ഇൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ കാലപ്പെട്ടിരുന്നത്. ഇൽ പീരീഡ് അല്ലെങ്കിൽ ഇരുണ്ട കുറെ അസുഖങ്ങൾ, കുറെ എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള കുറെ ദുഷ്ടകൾ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. പക്ഷെ ഇന്ത്യ ഇന്ന് ഒരു പുതിയ ഇന്ത്യയെ തന്നെ ഡിസ്കവർ ചെയ്യാൻ പോകുന്ന നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ട് നിൽക്കുന്നത്. The achievement we celebrate today is but a step and opening of opportunity. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ സ്റ്റെപ്പ് എന്താണ്? ഒരുപാട് അവസരങ്ങളിലേക്കുള്ള ആദ്യത്തെ ഒരു പടി മാത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലെ? ഇന്ത്യ എന്നുള്ള രാജ്യം ഇനി എന്താണ്? ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചു, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അവരാണ്. പെട്ടെന്ന് ഒരു ദിവസം സ്വതന്ത്രരായപ്പോ ഇന്ത്യയിൽ A to Z കാര്യങ്ങൾ പെൻഡിങ് ആയി കിടക്കുകയാണ്. എല്ലാം തീരുമാനിക്കേണ്ടത് നിയമവ്യവസ്ഥകൾ, ഇന്ത്യയുടെ ജനങ്ങളെ കുറിച്ച്, ഇന്ത്യയുടെ വസ്ത്രമായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത് കൊണ്ട് ഒന്നും ആയിട്ടില്ല. ഈ സ്വാതന്ത്ര്യം നേടി എന്നതിലൂടെ ഇന്ത്യ ഒരു ആദ്യത്തെ ഒരു പടി മാത്രമാണ് ചെന്നെത്തിയിരിക്കുന്നത്. ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. The greater triumphs and achievements that await us. എന്ത് ചെയ്യുന്നുണ്ട്? ട്രയംസ്, വിക്ടറി, അച്ചീവ്മെന്റ്സ്, ഗെയിംസ്, കുറെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ അച്ചീവ്മെന്റ്സും വിക്ടറികളും ജയങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മുന്നിൽ കാത്തുകെട്ടി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എന്ന് മാത്രമാണ് അതിന്റെ ഒരു ആദ്യത്തെ പടി മാത്രമാണ്. ഓക്കെ, are we brave enough to wise enough to grasp this opportunity and accept the challenge of the future? നമ്മൾ ഈ നിമിഷത്തെ ഈ ഇതെന്താണ് എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രമായപ്പോ ഇന്ത്യയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു എന്താണ് ഒരു ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് തന്നെയായിരുന്നു, അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഫിക്കൽട്ടായ സ്റ്റെപ്പിനെയൊക്കെ സഹിച്ചുകൊണ്ട് ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിലേക്ക് തന്നെ നോട്ടം ഇട്ടുകൊണ്ട് സഞ്ചരിക്കണം. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിനെ സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഫ്രീഡം ആൻഡ് പവർ ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രാജ്യത്തിന് ഫ്രീഡം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഫ്രീഡം ആൻഡ് പവർ ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യവും ശക്തിയും എന്താണ് നൽകുന്നത്? ഉത്തരവാദിത്തങ്ങളാണ്. കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് നൽകുന്നത്. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി. ഇന്ത്യയുടെ ഈ റെസ്പോൺസിബിലിറ്റി, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ ഞാനും കുറെ മുതിർന്ന മെമ്പേഴ്സും മുന്നോട്ട് നയിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ ഫ്യൂച്ചർ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എ സോവറിൻ ബോഡി റെപ്രസെന്റിംഗ് സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു ആധിപത്യമുള്ള ഒരു ബോഡി, ഒരു കമ്മിറ്റി എന്താണ്? നമ്മളുടെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ ഇന്ത്യയെ ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മിറ്റി ആയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് കമ്മിറ്റി ആയ ഞാനടക്കം വരുന്ന ഈ കമ്മിറ്റിയെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് നെഹ്റു പറയുന്നത്. Before the birth of freedom, we have endured all the pains of labor and our hearts are heavy with the memory of this sorrow. ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഒരുപാട് വേദനകളും ഒരുപാട് കഠിന പ്രയത്നങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നയിച്ചിട്ടുണ്ട്. ഒരുപാട് കഠിനമായ വേദനകൾ ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെയിൻസ് ഓഫ് ലേബർ അവർ തന്നിട്ടുള്ള, നമ്മളെ പെയിൻസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പണിയെടുക്കുന്നതിന്റെ ഇടയിൽ, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ അവർ തന്നിട്ടുള്ള വേദനകൾ നമ്മളാണ്, അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ ഹൃദയം മുഴുവൻ. ഓക്കെ, ആ സങ്കടം അല്ലെങ്കിൽ ആ കണ്ണുനീര്, ആ ഓരോ വിഷമം എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാവുക, നമുക്ക് ഇന്നും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്രത്തോളം ദുഃഖമുള്ള അല്ലെങ്കിൽ കഠിനമായ കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ടുള്ളത്. സം ഓഫ് ദോസ് പെയിൻസ് ഈവൻ കണ്ടിന്യൂ നൗ. അവർ അന്ന് നൽകിയിട്ടുള്ള ചില വേദനകൾ ഇന്നും നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. Nevertheless, the past is over and is the future that beckons to us now. കുറെ വേദനകൾ അവർ തന്നിട്ടുണ്ട്. ചില വേദനകൾ മനസ്സിൽ നിന്നും മായാതെ ഇന്നും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്താണ്? കഴിഞ്ഞു പോയത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ തലകുലിക്കുന്നത് ഒരു നല്ല ഭാവി നമ്മളുടെ മുന്നിൽ വന്ന് തലകുനിക്കുന്നുണ്ട്. അതിലേക്ക് നല്ല ശുഭപ്രതീക്ഷയോടെ കടന്നു കയറുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്നാണ് നെഹ്റു പറയുന്നത്. The future is not one of ease or resting, but of incessant striving so that we may fulfill the pledges we have so often taken and the one we shall take today. ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഓഫ് ഈസ്. അത്ര എളുപ്പമുള്ള ഫ്യൂച്ചർ ഒന്നല്ല, ഭാവി ഒന്നല്ല നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഓർ റെസ്റ്റിംഗ് അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ളതോ ഈസി ആയിട്ടുള്ള ഒരു ഭാവിയല്ല നമ്മളുടെ മുന്നിൽ ഇനി വരാനുള്ളത്. ഓക്കെ, ദാറ്റ് വി ഫുൾഫിൽ അവർ പ്ലെഡ്ജസ്. നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ എന്താണ്? കംപ്ലീറ്റ് ആക്കാനുള്ള സമയമാണ് ഇനി എത്തിയിട്ടുള്ളത്. ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട്, ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഫുള്ളായി ഡെഡിക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം?
അന്ന് എടുത്തൊരു പ്രതിജ്ഞ ഇന്നും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഞാൻ ഇന്ത്യക്ക് കൊടുക്കുന്നു. ഇത് റെസ്റ്റ് ചെയ്യാനുള്ള സമയമല്ല, ഇതല്ലെങ്കിൽ എന്താണ് ഈസി ചെയ്യാനുള്ള റിലാക്സ് ചെയ്യാനുള്ള സമയമല്ല, ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള സമയമാണ് ഇത് വന്നെത്തിയിട്ടുള്ളത്. അതിന്റെ ഫസ്റ്റ് പടി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. The service of India means the service of the millions who suffer. ഇന്ത്യയെ പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സർവീസ് ചെയ്യുക, വർക്ക് ചെയ്യുക, സേവനം ചെയ്യുക എന്നുള്ളതുകൊണ്ട് മീനിങ് എന്താ? ഇന്ത്യയിലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. ഇറ്റ് മീൻസ് എൻഡിങ് ഓഫ് പോവർട്ടി ആൻഡ് ഇഗ്നോറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് എൻഡിങ് ഓഫ് പോവർട്ടി. ഇന്ത്യയിലെ എന്താണ് ദരിദ്ര നിർമ്മാർജ്ജനം നമ്മൾ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യം കംപ്ലീറ്റ് ആയി നമ്മൾ തുടച്ചു നീക്കണം. ഇഗ്നോറൻസ്, അവഗണന, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും നമ്മൾ ഒരുപോലെയായിട്ട് കാണാറുണ്ട്, ആരെയും അവഗണിക്കാൻ പാടില്ല. ആൻഡ് ഡിസീസ്, രോഗശൈലികൾ, അതിനെ നമ്മൾ ഒഴിവാക്കണം. ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും തുല്യ അവസരങ്ങളും തുല്യ സമത്വം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. The ambition of the greatest man of our generation has been to wipe out every tear from eye. ഗാന്ധിജിനെ കുറിച്ചായിരിക്കാം മേ ബി പറയുന്നത്. നമ്മളുടെ രാജ്യത്തിന്റെ ഗ്രേറ്റസ്റ്റ് മാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ഫാദർ ഓഫ് ദി നേഷൻ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ എന്തായിരുന്നു ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മളുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റാൻ. ഇറ്റ് മീൻസ് അവർക്കൊരു ദുഃഖവും സങ്കടവും ഇനി ഉണ്ടാവാൻ പാടില്ല, അവർ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള ഒരു സ്വപ്നം മാത്രമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ദാറ്റ് മേ ബി ബിയോണ്ട് us. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളന്നില്ല. ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരുടെയും കണ്ണുനീര് ഒക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്കുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ചിലരെ കൊണ്ട് പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. But as long as there are tears and suffering, so long our work will not be over. എത്രത്തോളം കാലം ജനങ്ങളുടെ കയ്യിൽ കണ്ണുനീര് നിൽക്കുന്നോ, സഫറിങ്സ്, വേദനകൾ നിൽക്കുന്നോ, അത്രത്തോളം കാലം എന്ത് ചെയ്തില്ല, നമ്മൾ ചെയ്യേണ്ട വർക്കും നിൽക്കില്ല. നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുവരെ, ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണിയും ദോഷങ്ങളും അവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നത് വരെ. ഇറ്റ് മീൻസ് ഇറ്റ്സ് എ നെവർ എൻഡിങ് സ്റ്റോറി. ഓക്കെ, ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കഷ്ടപ്പെട്ട് എല്ലും മുറിയെ പണിയെടുക്കേണ്ടതുണ്ട്. ആൻഡ് വർക്ക് ഹാർഡ്, അല്ലെ കഠിനമായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ടു ഗീവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾക്ക് ചിറകുകളേകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്ക് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യത നൽകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കഠിനമായിട്ട് പണിയെടുക്കേണ്ടത് തന്നെയുണ്ട്. വെറുതെ വാചകം അടിച്ചാൽ പോരാ, നമ്മൾ പ്രവൃത്തിയിൽ എന്തു കാണണം? അത് കാണണം. Those dreams are for India, but they are also for the world. For all the nations and peoples are too closely knit together today for any one of them to imagine that it can live apart. Peace has been said to be indivisible. Those dreams are for India. To work hard, those dreams are for India. അത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വപ്നമാണ്. But they are also for the world. ഇന്ത്യയുടെ മാത്രമല്ല, നമ്മളെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉള്ള ഒരു സ്വപ്നമാണ്. എല്ലാവർക്കും വേണ്ടി പരസ്പരം ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുക. For all the nations and peoples, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും രാജ്യത്തിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് are closely knit together. അവരെന്താണ്? ഒരുമിച്ച് തുന്നി ചേർത്ത പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. വിച്ച് മീൻസ് ഒരുമിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. Today for any one of them to imagine that it can live apart, peace has been said to be indivisible. അതിൽ വേറിട്ട് ജീവിക്കുക എന്നുള്ളത് പറയുന്നത് എന്താണ്? ഇമ്പോസിബിൾ ആയിട്ടല്ല, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. So is freedom. അതുപോലെ തന്നെയാണ് എന്ത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. So is prosperity. Prosperity means സർവൈശ്വര്യങ്ങൾ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. And so also is disaster in this one world that can no longer be split into isolated fragments. ഒരു എന്താണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് മാത്രമുള്ളതല്ല. ആ രാജ്യ ദുരന്തം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് ഒരു അപകടം വന്നാൽ നമുക്ക് കൂടെ വന്നതുപോലെയാണ്. ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻസ്. To the people of India, whose representatives we are. ഇനി ആരോടാ പറയുന്നത്? ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് whose representatives we are. നമ്മളുടെ ആരുടെ പ്രതിനിധികളാണ്? നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ പ്രതിനിധികളാണ്. We make an appeal to join us with faith and confidence in this great adventure. ഞങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, join us. എന്ത് ചെയ്യുക? ഞങ്ങളോടൊപ്പം ഒത്തുചേരുക. With faith, വിശ്വാസങ്ങൾ കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും എന്ത് ചെയ്യുക? ഈ ഗ്രേറ്റ് അഡ്വഞ്ചറിൽ, ഈ സുന്ദരമായ യാത്രയിൽ ഞങ്ങളോടൊപ്പം വന്നു ചേരുക. ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദിസ് ഈസ് നോ ടൈം ഫ്രോം പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇതെന്താണ്?
ഒരാളെ കുറിച്ച് പെറ്റി തോന്നേണ്ട സമയം അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഒരാളെ കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. നമ്മൾ യുണൈറ്റ് ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. ജാതി മത രാഷ്ട്രീയം എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് വന്നെത്തിയിട്ടുള്ളത്. നോ ടൈം ഫോർ ഇൽ വിൽ ഓർ ബ്ലെയിമിങ് അതേഴ്സ്. ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നതിനോ ഒന്നുള്ള സമയമല്ല വന്നെത്തിയിട്ടുള്ളത്. വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ ഫോർ ഓൾ ഹെർ ചിൽഡ്രൻസ് മേ ഡ്വെൽ. ഡ്വെൽ മീൻസ് ലീവ് എന്നുള്ള മീനിങ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു നോബിൾ മാൻഷൻ, എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിൽ നല്ലൊരു വീട് പണി കഴിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങളും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് നൽകേണ്ടതുണ്ട്. ഫോർ ഓൾ ഹെർ ചിൽഡ്രൻസ് മേ ഡ്വെൽ. ചിൽഡ്രൻസ് ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ സിറ്റിസൺസിന് തന്നെയാണ്. അവർക്ക് നല്ലപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് നെഹ്റു പറയുന്നത്. The appointed day has come to the day appointed by destiny, and India stands for the game. After long slumber of and struggle, awake, vital, free and independent. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ദിവസം ഇന്ന് വന്നെത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കാലം കഷ്ടതയോടെ അല്ലെങ്കിൽ ദുരിതങ്ങളോടെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചു, എന്ത് ചെയ്തു, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. പക്ഷെ ഇന്ന് എന്താണ്, നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രരായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, the past clings on us to still in some measure, and we have to do much before we redeem the pledges we have to so taken over. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിലുങ്ങി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലൊക്കെ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തിരിച്ചു വരുന്നതിന് മുന്നേ നമ്മളെ പ്ലെഡ്ജസ് നമ്മൾ റെഡീം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ്, we have to work for India, we have to work for the humanity of this entire world. Okay, yet the turning point is the past and history begin anew us. The history which we shall live and act and others will write about. നമ്മളിപ്പോ ഇന്നൊരു ചരിത്ര നിമിഷത്തിലാണ് വന്നെത്തിയിരിക്കുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നിമിഷത്തിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ ചരിത്ര നിമിഷങ്ങളെ കുറിച്ച് എഴുതാനും പറഞ്ഞു പാടി നടക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങും. അത്രയും സുന്ദരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലീവ് ദ മൊമെന്റ്. ഇറ്റ് ഇസ് എ ഫെയ്റ്റ്ഫുൾ മൊമെന്റ് ഫോർ അസ് ഇൻ ഇന്ത്യ. നമ്മളുടെ ഇന്ത്യയിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഇറ്റ്സ് എ ഫെയ്റ്റ്ഫുൾ മൊമെന്റ്. അത്രയും അടിപൊളിയായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫോർ ഓൾ ഏഷ്യ ആൻഡ് ഫോർ ഓൾ ദ വേൾഡ്. ഏഷ്യയിലെ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നവർക്കും ഈ ലോകത്തിൽ ആകമാനം ജീവിക്കുന്നവർക്കും വന്നെത്തിയിട്ടുള്ള ഒരു സുന്ദര നിമിഷമാണ് ഇത്. എ ന്യൂ സ്റ്റാർ റൈസസ്, എ സ്റ്റാർ നെയ്മഡ് ഇന്ത്യ ഈസ് റൈസിംഗ്. ഇന്ത്യ എന്ന പേരുള്ള ഒരു നക്ഷത്രം മാനത്ത് ഉദിച്ചു വരാനായിട്ട് പോവാണ്. സ്റ്റാർ ഓഫ് ഫ്രീഡം ഇൻ ദ ഈസ്റ്റ്. ഈസ്റ്റേൺ പാർട്ടിലെ എന്താണ്, സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള ഇന്ത്യ എന്ന് ഉദിച്ചു വരാനായിട്ട് പോവാണ്. എ ന്യൂ ഹോപ്പ് കംസ് ഇൻ ടു ബീയിങ്. എന്താണ്, ഒരു പുതിയ, ഇതുവരെ പ്രതീക്ഷ മാത്രമായിരുന്ന ഒരു കാര്യം ഇന്ന് ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എ വിഷൻ ലോങ് ചെറിഷ് മെറ്റീരിയലൈസസ്. ഒരുപാട് കാലത്തെ ഉൾക്കാഴ്ച ഇന്ന് ഒരു വസ്തുനിഷ്ഠമാകാൻ പോവാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. May the star never set and that hope never be betrayed. എന്താണ്, ഈ സ്റ്റാർ ഇനി ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. നമുക്ക് തന്നിട്ടുള്ള പ്രതീക്ഷകൾ അതിലും നമ്മൾ ഇനി ചതിക്കപ്പെടാതിരിക്കട്ടെ. നമ്മൾ ഇനി ആരുടെ മുന്നിലും തലകുതിരിക്കാതിരിക്കട്ടെ. നല്ലൊരു രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് നെഹ്റു പറയുന്നത്. വി റിജോയ്സ് ഇൻ ദാറ്റ് ഫ്രീഡം. നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ആനന്ദം കണ്ടെത്തേണ്ടതുണ്ട്. ഈവൻ ദോ ക്ലൗഡ്സ് സറൗണ്ട് us, ഡാർക്ക് ക്ലൗഡ്സ് ആർ സറൗണ്ടിങ് us. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൗഡുകൾ അല്ലെങ്കിൽ മേഘങ്ങൾ, ഇരുണ്ട മേഘങ്ങൾ നമുക്ക് ചുറ്റും തടിച്ചുകൂടുന്നുണ്ട്. ആൻഡ് മെനി ഓഫ് അവർ പീപ്പിൾ ആർ സോറോ സ്റ്റിക്കൻ ആൻഡ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ആൻഡ് ക്യാമ്പസസ്. നമ്മള് ഈ മൊമെന്റിൽ ആനന്ദം കണ്ടെത്തേണ്ടതുണ്ട്. എന്തിലും നമ്മളെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് ഇപ്പോ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണ്, നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിരുന്നത്. അന്നേ വരെ ഒരു രാജ്യമായിട്ട് കടന്നിരുന്ന ആൾക്കാരെന്തായി, അന്ന് രണ്ട് രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അവരെന്താണ്, ഇന്ന് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കോ. ഓക്കെ, ബട്ട് ഫ്രീഡം ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെയാണെങ്കിൽ എന്തുണ്ട്, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തോടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം നമുക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു പുതിയ രാജ്യം എന്നുള്ള രീതിയിൽ, ആ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആ രാജ്യത്തോട് ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് ബർഡൻസ് വി ഹാവ് ടു ഫേസ്, ദാറ്റ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് എ ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻഡ് അച്ചടക്കമുള്ള ആളുകളായിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടി എന്നുള്ള രാജ്യത്തിന്റെ രീതിയിൽ ഒക്കെ എന്ത് ചെയ്യുന്നു, അച്ചടക്കത്തോട് കൂടിയിട്ട് ആ ബർഡൻസിനെയും ആ ശല്യങ്ങളെയും അല്ലെങ്കിൽ ആ ത്രെറ്റ്സുകളെയും നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ദുരിതങ്ങളെയൊക്കെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്, മാറ്റി വെച്ചിട്ട്. On this day, our first thoughts goes to the architect of this freedom, the old spirit of India. ഇത് ഈ നിമിഷത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത് ആരെയാണ്, ദ ഓൾഡ് ആർക്കിടെക്ട് ഓഫ് ദിസ് ഫ്രീഡം. ഈ ഫ്രീഡം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചവരെയാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ്, which means those who created this propaganda, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, held aloft the torch of freedom and lighted up the darkness that surrounded us.
അതായത് ഇരുണ്ട് കൂടി നിന്ന ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് ഒരു ടോർച്ച് അടിച്ചുകൊണ്ട് വെളിച്ചം പകർന്നവരിലേക്കാണ് ഞാൻ ആദ്യം എന്റെ സന്ദേശങ്ങൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അല്ലെ, അതുവരെ ഇരുട്ടിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്, ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന ഇരുട്ടില്. അവിടേക്കാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്നുള്ള ടോർച്ചുമായിട്ട് വെളിച്ചമായിട്ട് കയറി ചെല്ലുന്നത്. We have often been unworthy followers of his and have strayed from his message. നമ്മൾ ഗാന്ധിജിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്താണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ല, നമ്മൾ അൺവേർത്തി ഫോളോവേഴ്സ് ആണ്. അല്ലെങ്കിൽ ഫോളോവേഴ്സ് ആവാൻ വേർത്തി ആയിട്ടുള്ള ആളുകളായിട്ടല്ല മുപ്പരിച്ച് പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, but not only, but we succeeding generations will remember this message and bear the print in their hearts of this great son of India. ഇപ്പൊ എന്താണ് നമ്മളോ അത്ര നല്ല പോലെയുള്ള മൂപ്പര് പറഞ്ഞ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസെങ്കിലും നമ്മൾ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ഫാദർ ഓഫ് ദ നേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ആലോചിച്ച് മനസ്സിൽ കൊണ്ടു നടക്കട്ടെ. ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തന്നെ വളരെ എന്താണ് അത്രയും വിശേഷാൽക്കരിക്കപ്പെട്ട ഒരു മകനായിരുന്നു. Magnificent in his faith and strength and courage and humility, we shall never allow that torch of freedom to be blown out, however high the wind or stormy the tempest. രാജ്യം എത്ര വിന്ധ്യമായിട്ടുള്ള, എത്ര കൊടുങ്കാറ്റിലൂടെ, എത്ര കഠിനമായ പാതകളിലൂടെ കടന്നുപോയിക്കോട്ടെ, ഒരിക്കലും നമ്മൾ ഇനി ആ ഇരുട്ടിൽ അടിച്ചു വെച്ചിട്ടുള്ള ടോർച്ച് കെടാനായിട്ട് സമ്മതിക്കരുത്. ഓക്കെ, ആ വെളിച്ചം നമ്മൾ എന്ത് ചെയ്യണം, കത്തിച്ചു വെച്ചുകൊണ്ടേയിരിക്കാം. ആ വെളിച്ചമാണ് എന്ത്, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത്. ആ വെളിച്ചം ഇനി ഒരിക്കലും അണയാതിരിക്കട്ടെ. ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് തരത്തിലുള്ള ദുരിതങ്ങൾ വന്നാലും, ദുരന്തങ്ങൾ വന്നാലും ആ വെളിച്ചം ഇനി കെടാതിരിക്കട്ടെ. സ്വാതന്ത്ര്യം എന്നുള്ള ആ വെളിച്ചം ഇനി ഇന്ത്യയിൽ എന്നും കത്തിജ്വലിക്കട്ടെ എന്നാണ് പറയുന്നത്. Our next thoughts must be of the unknown volunteers and soldiers of freedom who, without praise or reward, have served India even unto death. അടുത്തതായിട്ട് ഞാൻ സ്മരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് സോൾജേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യനെ പ്രതികരിച്ചിട്ടുള്ള സോൾജേഴ്സിനെ കുറിച്ചാണ്. മരണം പോലും ഭയക്കാതെ, ഒരു പ്രൈസ് പോലും ലഭിക്കാതെ, ഒരു ആനന്ദ വാക്കുകൾ പോലും കാത്തു നിൽക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെയാണ് ഞാൻ അടുത്തതായിട്ട് ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. സോൾജർ ഓഫ് ഇന്ത്യ. We think also about our brothers and sisters who have been cut off from us by political boundaries and who unhappily cannot share at present in the freedom that has come. പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തുള്ള നമ്മുടെ ബ്രദേഴ്സിനെ കുറിച്ചാണെന്നാണ് പറയുന്നത്. They were once a part of India, അല്ലെ, ഇന്ത്യയുടെ ഒരു പാർട്ടായിരുന്നു പാകിസ്ഥാൻ എന്നുള്ള രാജ്യം. അവിടെയുള്ളത് നമ്മളുടെ ബ്രദേഴ്സ് ആണെന്നാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വേരുകളിൽപ്പെട്ടവർ തന്നെയാണ് അവിടെ ഉള്ളത്. അവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐ ആം ഓൾസോ ഫീലിംഗ് ആൻഡ് ഹാപ്പി ഫോർ ദം. അപ്പോൾ നമുക്കത് അവർക്ക് ഈ സ്വാതന്ത്ര്യ നിമിഷം അവരുമായിട്ട് പങ്കുവെക്കാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഇന്ത്യ എന്നുള്ള രാജ്യമാക്കി മാറ്റിയിട്ടുണ്ട്. അവരെ കട്ട് ഓഫ്, നമ്മളിൽ നിന്ന് മുറിച്ചു മാറ്റിയിട്ട് വേറെ രാജ്യമാക്കിയിട്ടാണ് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ദേ ആർ ഓഫ് us and will remain of us whatever may happen. എന്ത് സംഭവിച്ചാലോ അവരും നമ്മളുടെ ഭാഗവാക്കാണ്. ഒരു കാലത്ത് നമ്മളുടെ ഭാഗമായിരുന്നു, അവര് ഇനി അതിന്റെ ഭാഗമായിട്ട് തന്നെ തുടരുമെന്നാണ് നെഹ്റു പറയുന്നത്. ആൻഡ് വി ഷാൾ ബി ഷെയറേഴ്സ് ഇൻ ദെയർ ഗുഡ് ഇൽ ഫോർച്യൂൺ അലൈക്ക്. അവരുടെ ദുഃഖത്തിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് പങ്കാളികളാകണം. ഓക്കെ, ദ ഫ്യൂച്ചർ ബെക്കൺ ടു us. പിന്നെയും പറയുന്നുണ്ട് എന്ത്, ഫ്യൂച്ചർ ബെക്കൺ ടു us. നമ്മളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഭാവി തലകുനിക്കുന്നുണ്ട്. Whither do we go and shall we be our endeavor? Whither shall we do and shall be our endeavor? Endeavor means a trying, അല്ലെങ്കിൽ ഒരു ശ്രമം എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. Okay, to bring freedom and opportunity to the common man, to the peasants and workers of India. നമ്മളുടെ അടുത്ത ശ്രമം എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്, ഇനിയുള്ള ശ്രമം എന്തിനെ കുറിച്ചായിരിക്കണം? To bring and freedom and opportunity to a common man. സാധാരണക്കാരങ്ങളിലേക്ക് അവസരങ്ങളും അതേപോലെ തന്നെ സ്വാതന്ത്ര്യം എത്തിച്ചു നൽകുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെയാണ്, അല്ലെ? ടു ദ പെസൻസ് ആൻഡ് വർക്കേഴ്സ്, കർഷകരായിക്കോട്ടെ, ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന സാധാ കൂലിപ്പണിക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ എന്ത് ചെയ്യണം, ഒരുപോലെ സ്വാതന്ത്ര്യവും അവസരങ്ങളും ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഫൈറ്റ് ആൻഡ് എൻഡ് പോവർട്ടി ആൻഡ് ഇഗ്നറൻസ് ആൻഡ് ഡിസീസ്. ഈ ലോകത്തിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിൽ നിന്നെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണം, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള കാര്യത്തെ ഒഴിവാക്കേണ്ടതുണ്ട്. ഇഗ്നോറൻസ് ആൻഡ് ഡിസീസ്, രോഗശയ്യകൾ അതേപോലെ തന്നെ അവഗണനകളും ഒക്കെ ജനങ്ങൾക്കിടയിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതുണ്ട്. ടു ബിൽഡ് എ പ്രോസ്പെറസ് ഡെമോക്രാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് നേഷൻ. പ്രോസ്പെറസ് പരിശുദ്ധിയാർന്ന, ഡെമോക്രാറ്റിക് ജനാധിപത്യമര, പ്രോഗ്രസീവ് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും തുല്യ അവസരങ്ങളും തുല്യ പരിഗണനയും നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. And to create social, economic and political institutions which will ensure justice and fullness
ഓഫ് ലൈഫ് ടു എവറി മാൻ ആൻഡ് വുമൺ. നമ്മളെ ഇന്ത്യയിലെ എല്ലാ ലേഡീസിനും ജനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ജസ്റ്റിസ് നൽകാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നമ്മൾ പണി കഴിപ്പിക്കേണ്ടതുണ്ട്. വി ഹാവ് ഹാർഡ് വർക്ക് അഹെഡ്. നമുക്ക് മുന്നിലുള്ള എന്താണ്, കഠിന പ്രയത്നത്തിന്റെ ഒരു പാതയാണ് നമ്മൾക്ക് മുന്നിലൂടെ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. There is no resting for any one of us till we redeem our pledge in full. നമ്മൾ ഏറ്റെടുത്തുള്ള പ്രതിജ്ഞ കംപ്ലീറ്റ്ലി ആവുന്നവരെ നമുക്ക് എന്തില്ല, ഇനി വിശ്രമം തന്നെ ഇല്ല. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള കൺസെപ്റ്റ്. Till we make all the people of India what destiny intended them to be. എന്ത് ചെയ്യണം, അവരെല്ലാവരും അറിയിക്കണം ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി എന്താണ്, അവരനുഭവിക്കേണ്ട വിധി എന്താണ്. an independent free nation with all prosperity. നമ്മൾ അത് അറിയിച്ചു കൊടുക്കുന്നവരെന്ത് ചെയ്യണം, ഈ കടമകളൊക്കെ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കണം. അതുവരെ നമുക്ക് വിശ്രമം തന്നെ ഇല്ല. വി ആർ സിറ്റിസൺസ് ഓഫ് എ ഗ്രേറ്റ് കൺട്രി ഓൺ ദ വേർജ് ഓഫ് ബോൾഡ് അഡ്വാൻസ്. നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റിൽ അല്ലെങ്കിൽ ഒരു കഠിന അല്ലെങ്കിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ള ഒരു രാജ്യത്തിന്റെ മക്കളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പൗരന്മാരായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു ലിവ് അപ് ടു ദാറ്റ് ഹൈ സ്റ്റാൻഡേർഡ്. നമ്മൾ രാജ്യത്തിന്റെ പോലെ തന്നെ, രാജ്യം കാണിച്ചിട്ടുള്ള ബോൾഡ്നെസ് പോലെ തന്നെ നമ്മളും ബോൾഡ് ആവേണ്ടതുണ്ട്. ആ സ്റ്റാൻഡേർഡിലായിരിക്കണം നമ്മൾ ഇനി ജീവിക്കേണ്ടത്. All of us, to whatever religion we may belong, are equally the children of India with equal rights, privileges and obligations. ഈ രാജ്യത്തെ ഏത് രാജ്യത്തിലെ ഏത് മനുഷ്യന്റെ മകനായിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ രാജ്യത്തോട് തുല്യ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ തുല്യ ഇക്വാലിറ്റിയാണ് നമുക്ക് ഉള്ളത്. ഏത് ജാതി മത ഭേദമന്യേ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. വി കാനോട്ട് എൻകറേജ് കമ്മ്യൂണലിസം ആൻഡ് നാരോ മൈൻഡഡ്സ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലുള്ള കൂട്ടക്കൊലകളും അല്ലെങ്കിൽ റൈറ്റ്സും ഒന്നും ഒരിക്കലും പരിപോഷിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, നാരോ മൈൻഡഡ്നെസ്, അതായത് സെൽഫിഷ് ആയിട്ടുള്ളതൊന്നും നമുക്ക് ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓർ നോ നേഷൻ ക്യാൻ ബി ഗ്രേറ്റ് ഹൂസ് പീപ്പിൾ ആർ ഇൻ നാരോ ഇൻ തോട്ട് ഓർ ഇൻ ആക്ഷൻ. പ്രവൃത്തിയിലും വാക്കുകളിലൊക്കെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആളുകളുള്ള രാജ്യങ്ങൾ ഒരിക്കലും നല്ലൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരു രാജ്യമായിട്ട് ഒരിക്കലും ഭാവിയിലേക്ക് വളർന്നു വരില്ല. ഓക്കെ, to the nations and peoples of the world, we send greetings and pledge ourselves to cooperate with them in furthering peace, freedom and democracy. ലോകരാജ്യങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്ന മെസ്സേജ് തന്നെ എന്താണ്, ലോകത്തിന്റെ സമാധാനത്തിനും ജനാധിപത്യത്തിനും അല്ലെങ്കിൽ പീസിനും വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ടു ഇന്ത്യ അവർ മച്ച് ലവ് മദർ ലാൻഡ്. ഞങ്ങൾ വിളിക്കുന്നത് എന്ത്, ഇന്ത്യ ഈസ് അവർ മദർ ലാൻഡ്. നമ്മളുടെ മാതൃരാഷ്ട്രമാണ് എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത്. ദ ആൻഷ്യന്റ്, ദ എറ്റേണൽ ആൻഡ് ദ എവർ ന്യൂ, വി പേ അവർ റെവറന്റ് ഹോമേജ് ആൻഡ് വി ബൈൻഡ് അവർസെൽസ് അഫ്രെഷ് ടു ഹർ സർവീസ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഈ രാജ്യത്തിന്റെ സർവീസിലേക്കായിട്ട് തന്നെ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്, ഈ രാജ്യത്തിലേക്ക് തന്നെ സമർപ്പിക്കുന്നുണ്ട്. വി ആർ പേയിങ് ഹോമേജ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും. കാരണം ഞങ്ങൾ എന്താണ്, വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, വി ആർ ദ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ, വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, വി ഹാവ് മെനി തിങ്സ് ടു ഡു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നെഹ്റു നമ്മളുടെ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ഇൻഡിപെൻഡൻസ് ഈവിൽ പറഞ്ഞിട്ടുള്ള സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത്. സ്ലൈഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. താങ്ക് യു.